ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ശൃംഗാഗിരി ഷൺമുഖ ടെമ്പിളിലാണ്, രാജരാജേശ്വരി നഗർ, ബാംഗ്ലൂർ. അപ്പോൾ ഇത് മുരുകൻ്റെ അമ്പലമാണ്. ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ ആൾക്കാർ കൂടിയിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്തിയത് ഒരു വൈകുന്നേര സമയത്താണ്. വൈകുന്നേര സമയത്ത് എത്തിയിട്ടാകുമ്പം ആൾക്കാർ ഇങ്ങനെ പുറത്ത് നിൽക്കുക എന്ന് വെച്ചാൽ ടൈമിംഗ് ഉണ്ട് അമ്പലത്തിൽ. അപ്പോൾ അത് ഉച്ചയ്ക്ക് പൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർ വൈകുന്നേരം 4 മണിയാകുമ്പോഴേക്കും തുറക്കുക. അപ്പോൾ തുറക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 4 മണിക്ക് അമ്പലം തുറന്നിട്ടാകുമ്പോൾ കണ്ടില്ല ആൾക്കാർ കയറി മുകളിലേക്ക് പോവാന്ന്. ഇത് നിങ്ങൾ ഈ അമ്പലത്തിലേക്ക് ആദ്യമായിട്ടാണ് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാജരാജേശ്വരി നഗറിൽ മെട്രോ ഇറങ്ങിയിട്ട് പോയാൽ മതി. മെട്രോ ഇറങ്ങിയിട്ട് അവിടുന്ന് ഊബർ എന്തെങ്കിലും പിടിച്ചിട്ട് പോയാൽ മതി. നമ്മൾ കാറിനാണ് പോയിട്ടുണ്ടായിന്. അപ്പോൾ കണ്ണിലിവിടെ ഇങ്ങനെ നമുക്ക് പവിഴപ്പുറ്റ് പോലെ കാണാൻ പറ്റും. പിന്നെ ശൂലം, ശിവൻ്റെ ശൂലം, ഇതൊക്കെ കാണാൻ വേണ്ടി പറ്റും. വളരെ വലിയ ശൂലമാണ് അത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ചുകൂടി മേലോട്ട് സ്റ്റെപ്പ് കയറിയിട്ട് പോകാനുണ്ട്. നല്ല വ്യൂ ആണ് കേട്ടോ. ഇവിടുന്ന് കാണുന്നുണ്ട് നമുക്ക് താഴെയുള്ള വ്യൂസ് എല്ലാം കാണാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറിയിട്ട് മുകളിലേക്ക് എത്തി. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നമുക്കിങ്ങനെ, ഞാൻ അധികം എടുത്തിട്ടില്ല, പക്ഷെ ഉള്ളിൽ നമുക്ക് ഗണപതിൻ്റെ പല പല അതായത് പല സാധനങ്ങൾ കൊണ്ട് നിർമ്മിച്ച രൂപങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് കാണാൻ വേണ്ടി പറ്റും. ഗണപതിൻ്റെ അത് ഓരോ ആൾക്കാർ അമ്പലത്തിലേക്ക് സമർപ്പിക്കുന്നതാണ്. അപ്പോൾ ഞാനത് ഇങ്ങനെ കൂടുതൽ അമ്പലത്തിൻ്റെ ഉള്ളിലത്തെ വ്യൂസൊന്നും ഞാൻ കൂടുതൽ അങ്ങനെ കാര്യമായിട്ട് എടുത്തിട്ടൊന്നുമില്ല. ഇതാണ് പുറത്തത്തെ വ്യൂ എന്ന് പറയുന്നത്. നമുക്കിങ്ങനെ മുകളിൽ ഷൺമുഖൻ എന്ന് വെച്ചാൽ മുരുകൻ്റെ 6 തല വരുന്ന അതൊരു 123 ഫീറ്റ് അടി അങ്ങനെ ആ ഒരു ഉയരത്തിൽ വരുന്ന ഇത് കാണാൻ വേണ്ടി പറ്റും. ഭയങ്കര രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് എത്ര ദൂരത്തും കാണാൻ വേണ്ടി പറ്റും. പിന്നെ അവിടെ ഒരു ശിവലിംഗം ഉണ്ട്. അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇപ്പം നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇതെല്ലാം പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞിട്ട് താഴേക്ക് ഇറങ്ങുമ്പോഴുള്ള വ്യൂ ആണ് കാണുന്നത്. നല്ല പച്ചപ്പാണ്, നല്ല പാങ്ങില്ലേ ശിവൻ്റെ ആ ഒരു ഇത് കാണാൻ വേണ്ടിയിട്ട്, ശൂലമെല്ലാം കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നല്ല രസമുണ്ട് കേട്ടോ പടിയെല്ലാം കാണാൻ വേണ്ടിയിട്ട്. അവിടുത്തെ പവിഴപ്പുറ്റും പിന്നെ അവിടുത്തെ ഓരോരോ കൊത്തുപണികളും എല്ലാം കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഇതാണ് ഏറ്റവും അട്രാക്ഷനായിട്ട് തോന്നിയിട്ടുള്ളത്. നമ്മൾ ദൈവത്തിൻ്റെ തല ഉണ്ടല്ലോ, സുബ്രഹ്മണ്യൻ്റെ 6 തലകൾ വരുന്നത്, അത് വളരെ അട്രാക്റ്റീവാണ്. അപ്പോൾ നിങ്ങൾ ബാംഗ്ലൂർ വരുന്നുണ്ടെങ്കിൽ വിസിറ്റ് ചെയ്ത് നോക്കാം.